നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് സച്ചി നീലിമേൽ നിന്ന് സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ പണം 50 ലക്ഷത്തിന് വരെ 53 ലക്ഷം ശ്രുതിക്കും തിരികെ കൊടുത്തു. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് കൊടുത്തത്. അന്ന് സാക്ഷിയായിട്ട് സച്ചി സൈൻ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ സച്ചി അറിയുന്നുണ്ട്. അപ്പോഴാണ് സച്ചിക്ക് ആ ഒരു ഓർമ്മ വന്നേ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. എന്നിട്ടോ ഇത്രയും കാലം കള്ളത്തരം പറഞ്ഞ് ശ്രുതിയൊക്കെ പിടിച്ചിരുന്നേ. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുമോ സച്ചിക്ക്? സച്ചി ഒടുവില് നീലിമയോട് പറഞ്ഞു, നീലിമ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ സച്ചിന്ന് ചോദിച്ചു. നീലിമ വീട്ടിലേക്ക് വരണം, ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇത്രയും കാലമായിട്ടും ആ പണത്തിന്റെ കാര്യം ശ്രുതി നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേന്ന് ചോദിച്ചു. ഇല്ല, പറഞ്ഞിട്ടില്ല, അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു പറഞ്ഞു. ശ്രുതിയും കണക്കാ, ശ്രുതിയുടെ ഭാര്യയും കണക്കാ, അവൾ ഒന്നാന്തര ഫ്രോഡാന്ന് പറഞ്ഞു. അത് എനിക്ക് നേരത്തെ തോന്നിയത് നീലിമ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നെന്ന് പറഞ്ഞു. സച്ചിക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ ചെയ്തുതരാം. അത് മാത്രമല്ല, എന്റെ മനസ്സിലൊരു പ്രതികാരമുണ്ട്. കാരണം ഈ പണം തിരിച്ചു കൊടുക്കേണ്ട വന്നല്ലോ, കുറെ നാണം കെടുത്തുകയും ചെയ്തു നീലിമയെ. അങ്ങനെയാണെങ്കിൽ കിട്ടിയ അവസരമല്ലേ ശ്രുതിക്കിട്ട് ഒരു പണി കൊടുക്കാനായിട്ട്. നീലിമയ്ക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇതിന് വേണ്ടുന്ന എവിഡൻസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം. സച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചി വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി വലിയ അഹങ്കാരം കാണിച്ച് രേവതിയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടെ എന്തെടുക്കുവാന്ന് ചോദിച്ചു. അമ്മ, ഞാനത് ഫോൺ ചെയ്യുമായിരുന്നു. ആരെയാടി? നിന്റെ തള്ളേനെയാണോ വിളിച്ചതെന്ന് ചോദിച്ചു. അമ്മ, എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ? നീ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ എന്തുണ്ടെങ്കിലും നീ അപ്പൊ തന്നെ അങ്ങോട്ട് വിളിച്ചു പറയുന്നറിയാം. പറഞ്ഞു കാണുമല്ലോ സുധിയുടെ പണം നഷ്ടപ്പെട്ട കാര്യമൊക്കെ. അത് പിന്നെ പറഞ്ഞമ്മേ. എടി, നിനക്ക് നാണം ഉണ്ടോടി ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? നീ അതുപോലെ ഒരു വീട്ടിൽ നിന്ന് വന്നോണ്ടാ ഇതൊക്കെ വിളിച്ചു പറയണേ. അതൊക്കെ എന്റെ ശ്രുതിമോളെയൊക്കെ കണ്ടുപിടിക്കണം. ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ ആരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. പക്ഷെ നിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ ഒരു വൃത്തികെട്ട മരുമോളാ നീ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു. അതൊക്കെ വർഷയെ ശ്രുതിയെ നീ കണ്ടുപിടിക്കടി എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയാണ്. അവരൊക്കെ നല്ല പൈസയുള്ള വീട്ടിൽ നിന്ന് വന്ന, അതുകൊണ്ട് നിന്നെ പോലൊന്നും അല്ല അവരൊന്നും പെരുമാറുന്നേ. അവർക്കൊക്കെ സംസ്കാരമുള്ളൂ, നിനക്കൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തി. രേവതിക്കറിയാം ചന്ദ്രമതിയുടെ കുഴപ്പം എന്താന്ന്. തനിക്ക് പണമില്ലാത്തതാണ് ചന്ദ്രമതിയുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ തർക്കിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എത്ര കാലം കഴിഞ്ഞാലും പട്ടിയുടെ പാല് 12 കൊല്ലം കൊല്ലിട്ടാലും നിവരില്ല എന്ന് പറഞ്ഞ ചന്ദ്രമതിയുടെ സ്വഭാവം. അതുകൊണ്ട് പിന്നെ രേവതി കൂടുതലായിട്ടും തർക്കിക്കാനൊന്നും പോയില്ല. അപ്പോഴാണ് സച്ചിയുടെ വരവ്. സച്ചി അച്ഛന്നൊക്കെ വിളിച്ചോണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി വരുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, നീ എന്താണ് കിടന്നു ചുമ്മാ വലിച്ചു കീറുന്നേ? ഇതിന് മാത്രം ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യം എന്താ? അല്ല, അച്ഛനെവിടെ ഇല്ലെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താടാ സച്ചി, നീ എന്തിനാ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണമെന്ന് ചോദിച്ചു. അച്ഛ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അച്ഛൻ ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. എന്തിനാടാ? അച്ഛൻ മാത്രമല്ല അമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞങ്ങൾ എന്തിനാണ് ഇവിടെ പിടിച്ചെടുത്തുന്നതെന്ന് ചോദിച്ചു. അതിനൊക്കെ കാരണമുണ്ട്. അതിനുശേഷം ശ്രീകാന്തിന്റെ വർഷയെ ശ്രുതിനെയും ഒക്കെ പോയി വിളിച്ചുകൊണ്ട് വരുവാണ്. രേവതി വന്നിട്ട് ചോദിച്ചു, എന്താ സച്ചിയുടെ കാര്യമൊക്കെ ഞാൻ പറയാന്ന് പറഞ്ഞു. പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു, എടാ ശ്രീകാന്തെ, ഈ ടേബിളിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. എന്തിനാ സച്ചേട്ടാ? ഞാൻ പറയാം, ഒരു ക്രോസ് വിസ്താരം ഇവിടെ നടത്താനുണ്ടെന്ന് പറഞ്ഞു. വിസ്താരോ? അതാരാ? വിസ്തരിക്കേണ്ട ചില പ്രതികളൊക്കെ ഇവിടെയുണ്ട്, അവരെ ഒന്ന് വിസ്തരിക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ആ ടേബിൾ പിടിച്ച് തിരിച്ചിടുവാണ്. അതിനുശേഷം ശ്രുതിയോട് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വാ. ശ്രുതി എന്ന് പറഞ്ഞു, ഞാനിതിനാ അങ്ങോട്ടേക്ക് വരുന്നത്? ഇതിനകത്തേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. കയറി നിൽക്കാനോ? എന്തിന്? അതെ, എനിക്ക് ശ്രുതിയെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞാൻ വിസ്തരിക്കാൻ പോവാ, വക്കീലാണ്. അപ്പൊ ജഡ്ജി ആരാവും? ഒരു കാര്യം ചെയ്യാം, അമ്മ ജഡ്ജി ആയിക്കോ, ജഡ്ജിയമ്മ ആയിക്കോളാൻ പറഞ്ഞു. കേട്ടപ്പോ രമീന്ദ്രൻ ചോദിച്ചു, നിനക്കെന്താടാ തനിക്ക് ഭ്രാന്തായെന്ന് ചോദിച്ചു. എന്റെ അച്ഛ, കുറച്ച് സമയത്തേക്ക് ഒരിത്തിരി ഭ്രാന്തൊക്കെ നല്ലതെന്ന് പറഞ്ഞു. നമ്മൾ അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറഞ്ഞു, എന്താ സച്ചി കാണിക്കണേ? ശ്രുതിനെ മര്യാദയ്ക്ക് ഇറക്കി വിടാൻ നോക്ക്. ഇറക്കി വിടാനോ? എങ്ങോട്ട്? അതെ, 1ാം പ്രതിയും 2ാം പ്രതിയും ഒക്കെ നിൽക്കുന്നേ. ഇത്തിരി കഴിയുമ്പം പൗഡർ എടുത്ത് ഇവിടെ കയറി നിൽക്കേണ്ട വരുമെന്ന് പറഞ്ഞു. ഞാനെന്തിന് കയറി നിൽക്കണം? അതൊക്കെ ഉണ്ട്. പിന്നീട് എല്ലാവരുമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ, കുറച്ചു കാലം മുമ്പ് അച്ഛന്റെ 50 ലക്ഷം കൊണ്ട് മുങ്ങിയവനാണ് ഈ നിൽക്കുന്ന ശ്രുതി. അത് കേട്ടപ്പോ ചന്ദ്രമതി ചോദിച്ചു, ഓ, അപ്പൊ അതിനെക്കുറിച്ച് വിസ്തരിക്കാനാണോ ഇപ്പൊ ഇവനെ കയറ്റെടുത്തിരിക്കുന്നത്? എടാ, അത് കഴിഞ്ഞു പോയ കാര്യമാ. പിന്നെ അതിനെക്കുറിച്ച് ഇപ്പൊ ചൊല്ലിയൊരു വർക്കും പ്രശ്നങ്ങളും വേണോന്ന് ചോദിച്ചു. കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. 50 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പക്ഷെ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. കാരണം KSRTC ഡ്രൈവറായിട്ട് ഊണോ ഉറക്കവും ഇല്ലാതെ കൊണ്ടുപോയി ഉണ്ടാക്കിയ പൈസയാണത്. ഒരു നിമിഷം കൊണ്ട് ഈ ശ്രുതി അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. എന്നിട്ട് അവനത് ഉപകാരപ്പെട്ടോ? ഇല്ല താനും. ഈ സമയത്ത് ശ്രുതിയൊക്കെ പരസ്പരം നോക്കുക. എന്താണ് സച്ചിയുടെ മനസ്സിലിരിപ്പൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അച്ഛാ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു കാര്യം,
ആ പണം ആ പെണ്ണ് കൊണ്ടുപോയി, പക്ഷെ തിരികെ കിട്ടിയിട്ടില്ലെന്നുള്ളതല്ലേ? അതെ, അത് കിട്ടിയിട്ടില്ലോന്ന് പറഞ്ഞു. എന്നാ അവിടെ തെറ്റി വെച്ചാന്ന് പറഞ്ഞു. ആ പണം മാസങ്ങൾക്ക് മുമ്പേ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ മാറി. മുഖത്ത് രക്തമായും ഇല്ലാത്തൊരവസ്ഥ രണ്ടുപേരും കൂടെ നിൽക്കുവാണ്. ചന്ദ്രവംശ്, നീ എന്താ പറയണെന്ന് ചോദിച്ചു. അതൊക്കെ പറയാ. ശ്രീകാന്ത് ചോദിച്ചു, എന്താ സച്ചേട്ടത്? സച്ചേട്ടന്റെ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, എടാ ശ്രീകാന്തെ, ഇവന് ഭ്രാന്ത. എനിക്കൊരു നല്ല കാലം വരുമ്പോ ഇവന് പണ്ടേ ഉള്ള സൂക്കട അസൂയ. ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, എടാ സച്ചി, നീ വെറുതെ എന്റെ മോനെ കുറ്റപ്പെടുത്താൻ വരണ്ട. നീ എന്തേലും തെറ്റ് ചെയ്ത് കാണും, എന്നിട്ട് എന്റെ മോന്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിരിക്കും. അമ്മേ, അല്ലെങ്കിലും പണ്ട് മുതൽ ഇവൻ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ഞാൻ ഏറ്റെടുക്കുന്ന സ്വഭാവമായിരുന്നല്ലോ. ഇനി അതിന് എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഇവന് കിട്ടണമെന്ന് പറഞ്ഞു. രവീന്ദ്രൻ ചോദിച്ചു, നീ കാര്യം എന്താ വെച്ചാൽ തെളിച്ച് പറയടാ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അച്ഛാ, വെറുതെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ സച്ച് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന അതൊന്നും ആരും കാര്യമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. സച്ച് പറഞ്ഞു, ആര് പറഞ്ഞു അങ്ങനെ വെറുതെയാന്ന്? വെറുതെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, എങ്കിൽ പിന്നെ ആരടാ പറഞ്ഞേ? എന്താ ഏതാന്നൊക്കെ ചോദിക്കണം. അതൊക്കെ പറയാം. എടാ ശ്രുതി, സത്യമാണോ ഞാൻ പറഞ്ഞേ? കുറെ നാൾ മുമ്പ് പണം അടിച്ചോണ്ട് പോയി ഒരു പെണ്ണ് നിന്റെ പണം അടിച്ചോണ്ട് പോയായിരുന്നു. അവൾ ആ പണം തിരിച്ചു തന്നു. പക്ഷെ ആ പണം തിരിച്ചു തന്നിട്ടില്ലെന്നാണ് നീ ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. സത്യം പറ, ആ പണം എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ആ സമയം ശ്രുതി പറഞ്ഞു, നീ കൂടുതലൊന്നും കളിക്കണ്ട, പണം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചിക്ക് നല്ല ദേഷ്യമായി. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, വെറുതെ മനുഷ്യനെ വിളിച്ച് നാണം കെടുത്താനായിട്ട് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. എനിക്ക് കടയിലേക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആ പ്രതിക്കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോ സച്ചി പോയി ബലമായിട്ട് കയ്യിലേക്ക് പിടിച്ചു. പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു, പിടിക്കട ശ്രീകാന്ത് എന്ന് പറഞ്ഞു. ആൻ ബലമായിട്ട് കൈ പിടിച്ചവിടെ നിർത്തി. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എന്നായിരുന്നു സച്ചി പറഞ്ഞേ. ഒടുവില് സച്ചി പറഞ്ഞു, അച്ഛാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാന്ന് പറഞ്ഞു. ഇവൻ സ്നേഹിച്ച ആ പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ പേരെന്താണെന്നറിയോ? നീലിമ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ ഒന്ന് ഞെട്ടി. ശ്രുതിയൊക്കെ വല്ലാതെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയരുത്. എടാ, അതിന് തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ആരെങ്കിലും എന്തേലും പറഞ്ഞത് കേട്ടോണ്ട് അതും പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങോട്ടേക്ക് വരാൻ നിനക്ക് നാണമില്ല എന്നൊക്കെ ചോദിച്ചു. സച്ചി പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടോണ്ടൊന്നുമല്ല, നല്ല ഒന്നാം തരം തെളിവുണ്ടായിട്ട് തന്നെയാന്ന് പറഞ്ഞു. എന്നാ നീ കൊണ്ടുപോടാൻ നിന്റെ തെളിവ്, എന്നിട്ട് അതിനുശേഷം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും വെല്ലുവിളിക്കണം. അപ്പോഴേക്കും സച്ചി അകത്ത് നിന്നിട്ട് നീലിമയെന്ന് വിളിക്കണം. ആ പേര് കേൾക്കും തോറും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. അങ്ങനെ ഒടുവിൽ അങ്ങനെ ഒടുവിൽ നീലിമ അങ്ങോട്ട് കയറി വന്നു. നീലിമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയൊക്കെ ഞെട്ടിപ്പോയി. ഇവളോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. നീലിമ വന്നിട്ട് പറഞ്ഞു, എന്നെ നിനക്കും മനസ്സിലായി കാണില്ലല്ലേ, എൻ്റെ പേര് നീലിമ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ ഞാനാ. പക്ഷെ അന്ന് എനിക്ക് അതിനൊരു കാരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തേ. അതിന് നിങ്ങളോടൊക്കെ ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ശ്രുതിയും ഞാനും തമ്മിലായിരുന്നു പ്രണയത്തിലെന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്കാണ് എന്ത് ചെയ്യണം നടത്തില്ല. ശ്രുതി വല്ലാത്ത അസ്വസ്ഥതപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, നീലിമേ, നീ ചെയ്ത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിലേ ഒരിക്കലും ഇല്ല. ഇപ്പൊ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ ചെയ്ത ഒട്ടും ശരിയായിട്ടുള്ള കാര്യമെന്താ, അതുകൊണ്ട് നിങ്ങളോട് ക്ഷമ യോജിക്കാനും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. രവിയേട്ടൻ്റെ 50 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ നീ പോയത്. മര്യാദയ്ക്ക് പണം തന്നാൽ മതി. പണം തന്നില്ല ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നീലിമ പറഞ്ഞു, ശരി, പോലീസിനെ വിളിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിലും സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ മകനെ പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. എടി, നീ കൂടുതൽ വാചകം ഓടിക്കാതെ പൈസ എങ്ങാ ഞാൻ പറഞ്ഞു. പൈസയോ? ഏത് പൈസ? 50 ലക്ഷം രൂപ. നിങ്ങളുടെ മകനെ 50 പോയിട്ട് 53 ലക്ഷം പലിശ തീർത്ത് കൊടുത്താരെന്ന് പറഞ്ഞു. പലിശ തീർത്തോ? അതെ, 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ ഭാര്യ പറഞ്ഞു 3 ലക്ഷം രൂപ പലിശ വേണമെന്ന്. അതും കൂടെ പറഞ്ഞു മേടിച്ച അവളാന്ന് പറഞ്ഞു. അവള് പക്കാ ഫ്രോഡ് തന്നെ ഈ നിൽക്കുന്നവള്. അവളും കൂടെ ചേർന്നിട്ടാണ് ഈ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞെന്ന് പറഞ്ഞു. ചന്ദ്രമതിയുടെ കണ്ണും പിഴിഞ്ഞുപോയി. അപ്പൊ ഇതായിരുന്നു സത്യം. ഇത്രയും കാലം വന്നിട്ടോ താനിന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമായിരുന്നല്ലോ എന്നൊരു ചിന്ത തകർന്നു പോയി ചന്ദ്രമതി. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇവള് പറയുന്ന വെറുതെ പച്ചക്കളോ അങ്ങനൊന്നും അല്ലാന്ന് പറഞ്ഞു. നീലിമ പറഞ്ഞു, എനിക്കറിയാം നീ ഇതല്ല ഇതിലപ്പുറം പറയുന്നു. നിന്നെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പേപ്പർ നോക്കാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സച്ചിയും കൂടെ സാക്ഷിയായിട്ട് ഒപ്പിട്ട പേപ്പർ, പണം മൊത്തം കൊടുത്തു തീർത്തിരിക്കുന്ന ഇത് കണ്ടോ, ഈ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്തേലും പറയണ്ട. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ ശ്രുതിയുടെ ഫോൺ നമ്പറിലേക്ക് 53 ലക്ഷം രൂപ അയച്ചെന്റെ
ആ ഒരു പേപ്പറും കൂടി ഇതാന്ന് പറഞ്ഞു. അതൊക്കെ ചന്ദ്രമതി രവീന്ദ്രനും ഒക്കെ നോക്കുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് നീലിമ പറഞ്ഞു, ഞാൻ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പലിശ ചേർത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മകന് അത് നിങ്ങളോട് പറയാത്ത എന്റെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങളുടെ മകൻ അസലൊരു ഫ്രോഡ് തന്നെയാണ്, പക്ക ഫ്രോഡ്. അതിനേക്കാൾ വലിയ ഫ്രോഡാണ് അവന്റെ ഭാര്യയായിട്ട് വന്നവള്. ശ്രുതിക്കാണ് ആകെപ്പാടെ നാണക്കേടപ്പേ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനും പറ്റത്തില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് പിടിക്കപ്പെടുകയും ചെയ്തല്ലോ. നീലിമ പറഞ്ഞു, സച്ചി ഒരു ടാക്സി ഡ്രൈവറൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സച്ചി നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവക്കാരനാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എപ്പോൾ വന്നാലും സച്ചിയെ തന്നെ ഓട്ടം വിളിക്കുന്നത്. കാനഡന്ന് വന്ന ഉടനെ ഞാൻ സച്ചിയെ ഓട്ടം വിളിക്കാറുള്ളെന്ന് പറഞ്ഞു. പിന്നെ ഇവരെ പോലൊരു മോനുള്ള ഇരിക്കുന്നിടത്ത് വീട് തന്നെ മുടിഞ്ഞു പോകത്തുള്ളൂ, ഇല്ലാതായി തീരുള്ളൂ. വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിക്കുന്നവനല്ലേ ഈ സുധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീലിമേരി പോയിക്കോ, ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, സച്ചി വന്നൊരു കാര്യം പറയണമെന്ന് ആവശ്യപ്പെട്ട എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നീലിമ അങ്ങോട്ടേക്ക് പോയി. നീലിമ പോയി കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങനെ സങ്കടം ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ചന്ദ്രമതി സുധീനെ വിളിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞു. സുധി പേടിച്ച് പടച്ചങ്ങ് ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, ഈ കേട്ടതൊക്കെ സത്യമാണെന്ന് ചോദിച്ചു അവരുടെ കോടറിനെ പിടിച്ചിട്ട്. അത് പിന്നെ ഞാൻ ശ്രുതി പറഞ്ഞിട്ട് അമ്മ എല്ലാം ചെയ്തേന്ന് പറഞ്ഞു. ശ്രുതിയോ? അതെ. ഒരു നിമിഷം അന്തം വിട്ടുപോയി ചന്ദ്രമതി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയ വൻ ടെസ്റ്റാന്നുള്ള കാര്യം. എന്താണെങ്കിലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. സംഭവിക്കാൻ പോകുന്ന ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടി ശ്രുതിനെ ആട്ടി പുറത്താക്കുകയും ചെയ്യും. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.